നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്, ജനകീയ പ്രസ്ഥാനങ്ങൾ. ഈ പേരെന്നെ കേൾക്കുമ്പോ അറിയാം നമുക്ക് എന്താണോ ഓരോ മൂവ്മെന്റ്സ് കേൾക്കുമ്പോ തന്നെ അറിയാം നമ്മൾ എന്താണ് ഒരു പ്രശ്നത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. എന്ത് ഓരോ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് മുന്നേ നേരിട്ടിരുന്നു. അതിനൊക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ജനങ്ങൾക്കിടയിൽ എന്താണ് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർക്കിടയിൽ എന്താണ് അസംതൃപ്തികളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരാനായിട്ട് സാഹചര്യം ഉണ്ടായി. അങ്ങനെ എന്താ രാജ്യത്ത് എന്താണ് പലതരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കി വികസനമൊക്കെ കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും അന്ന് എന്താണ് പൂർണ്ണമായിട്ടും പ്രശ്നങ്ങളൊന്നും നീക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ ദാരിദ്ര്യവും അസമത്വങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോഴും അവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ജനങ്ങൾ എന്താണ് അവർക്ക് ആ പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ എന്താണ് അസംതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചു. അത് അവരെങ്ങനെയാണ് ഈ രാഷ്ട്രീയവും എന്താണ് തെരഞ്ഞെടുപ്പൊക്കെയാണ് ഇവരെന്ത് ഈ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു മാർഗങ്ങളായിട്ട് അവര് ഉപയോഗിച്ച് തുടങ്ങിയത്. 1970s ഒക്കെ ആയപ്പോ ഇത് എന്താണ് ഇന്ത്യയിലെ വ്യത്യസ്ത സമൂഹ വിഭാഗങ്ങൾ, അതായത് സ്ത്രീകളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കൃഷിക്കാരും ദളിതരും ഇവരൊക്കെ എന്താണ് ജനാധിപത്യ രാഷ്ട്രീയത്തില് അവർക്കൊരു വിശ്വാസമൊക്കെ പോയി. അതിലൊക്കെ എന്താണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കാണ്ടായപ്പോ അവർക്ക് ആ ജനാധിപത്യ രാഷ്ട്രീയത്തിലൊക്കെ എന്താണ് വിശ്വാസം ഇല്ലാതെയായിട്ട് അവർക്ക് ഇല്ലാതെ. അപ്പൊ എന്താണ് അവര് അതിനൊക്കെ എതിരെ പ്രകടിപ്പിച്ച് തുടങ്ങി. അങ്ങനെ അപ്പൊ അവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാണ്ടായപ്പോ എന്താണ് ഈ വിഭാഗങ്ങളൊക്കെ രംഗത്ത് വരികയാണ് ഉണ്ടായത്. അങ്ങനെ നമുക്ക് പറയാം ഇലക്ഷൻ ടൈം ആകുമ്പോ കുറെ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തരും അല്ലെ അവര്. പക്ഷെ എന്താണ് അതൊന്നും ചിലതൊക്കെ നടപ്പിലാവും, ചിലതൊന്നും നടപ്പിലായിന്ന് വരില്ല. അങ്ങനെ ഇവര് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ എന്താണ് പ്രസ്ഥാനങ്ങളൊക്കെ എന്താണ് നടത്തുന്നതിൽ എന്താണ് അവർക്കൊരു താല്പര്യം, വിമുഖത കാണിക്കൽ, താല്പര്യമില്ലായ്മയൊക്കെ കാണിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വന്നപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ എന്താണ് ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങള് വളർന്നു വരാനായിട്ട് കാരണമായി. അവരെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങള് സഹായിച്ചു. അങ്ങനെ ഇന്ത്യയില് എന്താണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാനായിട്ട് സാഹചര്യമാണ് ഉണ്ടായത്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അവരുടെ ആവശ്യങ്ങള് നടത്താണ്ട് വന്നപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നേറി അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തപ്പോ ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളൊക്കെ രൂപം കൊണ്ടു. ഇതാണ് പോപ്പുലർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവാനുണ്ടായ കാരണങ്ങൾ. അതിൽ നമ്മൾ ആദ്യത്തെ പഠിക്കേണ്ടതാണ് ചിപ്കോ മൂവ്മെന്റ്. എന്താണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ബിഗാൻ in 1970s Uttarakhand and became a starting point for many future environmental movement all over India. 1970s ഇത് ഈ ചിപ്കോ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഉത്തരാഖണ്ഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്. ഇത് ഈ ചിപ്കോ മൂവ്മെന്റ് ഇന്ത്യയില് ഉടനീളമുള്ള നിരവധി ഭാവി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഈ ചിപ്കോ മൂവ്മെന്റ് ചെയ്തത്. ചിപ്കോ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതൊരു പ്രചോദനമായിട്ട് മറ്റു മൂവ്മെന്റുകളും ഇതിന് പുറകെ ഇന്ത്യയിൽ ഉണ്ടാവാനായിട്ട് കാരണമായി എന്നാണ് പറയുന്നത്. The villages and Adivasis of this area live depending on the forest. അതായത് ഈ ഉത്തരാഖണ്ഡിലെ ജനങ്ങള് വില്ലേജസും ആദിവാസീസും ജീവിച്ചിരുന്നത് ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരുന്നു. ഇറ്റ് വാസ് ഫ്രം the forest that they collected grasses for their cattle and woods for making agriculture tools and for cooking purpose. ഈ ഫോറസ്റ്റിൽ നിന്ന് ലഭിച്ചിരുന്ന പുല്ലുകൾ എന്താണ് അവർക്ക് കാറ്റിൽ, അത് കന്നുകാലികൾക്കും ഈ വുഡ്സ് ഒക്കെ അഗ്രികൾച്ചറൽ ടൂൾസ് ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ കുക്കിംഗ് പർപ്പസിനൊക്കെ ഇവര് മരത്തിനെ ആശ്രയിച്ചായിരുന്നു ഇവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോ അതില് ജനങ്ങൾക്ക് കൂടുതലും ആ ഗ്രാമം എന്താണ് വനത്തിനെ ആശ്രയിച്ചിട്ടാണ് അവര് ജീവിച്ചിരുന്നത്. എന്താണ് ചിപ്കോ മൂവ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. The chief reason for the emergence of Chipko movement was the denial of the permission to the villages by the forest department to cut
ട്രീസ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചർ ടൂൾസ്. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ടൂൾസ് നിർമ്മിക്കാനുള്ള മരങ്ങൾ മുറിക്കുന്നത് ഈ അതായത് ഇവിടുത്തെ ഫോറസ്റ്റിലെ ജനങ്ങൾക്ക് എന്താണ് അവരെ തടയുകയാണ് ഉണ്ടായത്. ഈ കാർഷിക ഉപകരണം ഈ മരം മുറിക്കുന്നത് വനം വകുപ്പ് നിഷേധിച്ചു. അങ്ങനെ വന്നപ്പോ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി. ഇങ്ങനെ ജനങ്ങൾ അവരുടെ എന്താണ് കാർഷിക അതായത് ഈ ടൂൾസ് ഒക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു അല്ലെ, മരങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കിയിരുന്നത്. അത് അവർക്ക് നിഷേധിച്ചപ്പോ അവർക്കൊരു ജീവിതമാർഗം ഇല്ലാണ്ടായി. അങ്ങനെ വന്നപ്പോ അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ നെക്സ്റ്റ് റീസൺ പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് awarded a contract of 300 trees of Simon Company sporting goods manufactured in distant Allahabad to make a tennis rackets. അതായത് സൈമൺ കമ്പനി സൈമൺ എന്നൊരു സ്പോർട്സ് കമ്പനി ഉണ്ടായിരുന്നു. അവർക്ക് എന്താണ് 300 ട്രീസ് മുറിക്കാനുള്ള ഇത് അവർക്ക് ഗവൺമെന്റ് കൊടുത്തു. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതായത് ടെന്നീസ് റാക്കറ്റ്സ് നിർമ്മിക്കാനായിട്ട് ട്രീസ് മുറിക്കാനായിട്ട് അവർക്ക് വനം വകുപ്പ് അതിനുള്ള അവകാശം നൽകുകയാണ് ഉണ്ടായത്. ഈ 2 റീസൺ ഉണ്ടായപ്പോൾ ഇതിനെതിരെ ജനങ്ങള് പ്രതിഷേധിച്ചു. ഇതാണ് ചിപ്കോ മൂവ്മെന്റിന് എന്താണ് മെയിൻ റീസൺ പറയുന്നത്. ചിപ്കോ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ടൂൾസ് ഉണ്ടാക്കാനുള്ള മരം മുറിക്കുന്നത് ജനങ്ങളെ ഗവൺമെന്റ് മുറിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്, അലഹബാദ് കമ്പനി സൈമൺ എന്ന സ്പോർട്സ് കമ്പനിക്ക് മരങ്ങൾ മുറിക്കാനുള്ള അവകാശം നൽകുകയും ചെയ്തു. ഈ 2 കാരണങ്ങളാണ് മെയിൻ റീസൺ ആയിട്ട് ചിപ്കോ മൂവ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയണത് ഇൻ മാർച്ച് 1973 the people of Goveshar village adopt a novel idea to resist the cutting of trees. അതായത് 1973 ആയപ്പോ ഉത്തരാഖണ്ഡിലെ അതായത് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ അവിടുത്തെ ഗോവേശ്വർ എന്ന വില്ലേജിലെ പീപ്പിൾ ആണ് ഇതെന്താണ് ഈ ഒരു ഐഡിയ ഒരു കട്ടിങ് മരങ്ങൾ മുറിക്കുന്നതിനായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഐഡിയ അവര് കൊണ്ടുവന്നു. 1973 ഈ മരം മുറിക്കുന്നത് തടയുന്നതിനായിട്ട് അവരൊരു രംഗത്ത് വരികയും അതിനൊരു സമരതന്ത്രം അവര് ഉപയോഗിക്കുകയും ചെയ്തു. അത് തികച്ചും എന്താ പറഞ്ഞ ഒരു പ്രത്യേക ഒരു പുതുമയുള്ള ഒന്നായിരുന്നു. ഈ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ അവരൊരു പുതിയ തരത്തിലൊരു നയമാണ് കൊണ്ടുവന്നത്. The villages saw forest policies of government as unfavorable toward them. അതായത് ജനങ്ങൾ അവർക്ക് ഈ ഫോറസ്റ്റ് പോളിസീസ് ഒന്നും ഗവൺമെന്റ് അവർക്കൊരു ഫേവറബിൾ അല്ലായിരുന്നു. The Chipko movement started in some villages in ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ചില ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചിരുന്നുള്ളൂ. അപ്പൊ 1973 ഗോവേശ്വർ എന്ന വില്ലേജിൽ അവര് ഒരു പ്രത്യേക മരം മുറിക്കാൻ തടയുന്നതിനായിട്ട് ഒരു പുതിയ സമരതന്ത്രം രൂപീകരിച്ചു. ഉത്തരാഖണ്ഡിലെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവര് ഈ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. The villages including women prevent the felling of trees by embracing them. അതായത് നമ്മൾ പറഞ്ഞു തികച്ചും ഒരു പുതിയ തന്ത്രമായിരുന്നു ഈ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. അതായത് ഈ വില്ലേജിലെ സ്ത്രീകൾ എന്താണ് ചെയ്തത്, മരങ്ങൾ മുറിക്കുന്നതിന് തടയുന്നതിനായിട്ട് മരങ്ങളെ പുണർന്ന് നിന്നു. മരം മുറിക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളെ പുണർന്ന് നിന്നു. അവരെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് തടഞ്ഞു എന്നാണ് പറയുന്നത്. It was the beginning of an environment movement which got a worldwide attention. അതായത് ഈ മരങ്ങൾ മുറിക്കുന്നത് അതായത് വെട്ടി വീഴ്ച തടഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം എന്താണ് ലോകപ്രസിദ്ധി പിടിച്ചു പറ്റുകയും ഒരു പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്ത്രീകൾ മരത്തിനെ പുണർന്നു നിന്ന് ഈ പ്രതിഷേധം നടത്തിയതിനെ എന്താണ് ലോകത്ത് വളരെയധികം ശ്രദ്ധ നേടാനായിട്ട് ഇവർക്ക് സാധിച്ചു. The movement prevent the felling of trees by embracing them came to be known as a Chipko movement. അതായത് ഈ മരങ്ങളെ കെട്ടിപ്പുണർന്ന് മരം മുറിക്കുന്നതിനെ മരം മുറിക്കുന്ന തടയുന്നതിന് ഈ പ്രതിഷേധത്തെയാണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ ഈ ചിത്രം കണ്ടില്ലേ, സ്ത്രീകള് മരത്തിനെ
ഇങ്ങനെ മുറിക്കാൻ തടയാനായിട്ട് ചുറ്റും ഇങ്ങനെ പുണർന്ന് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ആൾക്കാർക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ തികച്ചൊരു പുതിയൊരു തന്ത്രമായിരുന്നു എന്ത് അവര് കൊണ്ടുവന്നത്. The struggle soon spread to other parts of Uttarakhand. ഉത്തരാഖണ്ഡിലെ മറ്റു ഭാഗങ്ങൾക്കും ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയി. The villages demanded that the government should not give a contract to outside for exploiting for forest resources. Villages എന്ത് ഡിമാൻഡ് ചെയ്തു? പുറമെ നിന്നുള്ള വനത്തെ ചൂഷണം ചെയ്യുന്ന കരാറുകൾ ഒന്നും നൽകരുതെന്ന് ഗ്രാമീണര് ആവശ്യപ്പെട്ടു. അത് ഫോറസ്റ്റ് പുറമെ നിന്ന് ഇപ്പൊ പറഞ്ഞില്ലേ സൈമൺ കമ്പനിക്ക് എന്താണ് സ്പോർട്സിന്റെ അത് നിർമ്മിക്കാനായിട്ട് അങ്ങനെ ഒരു ഇത് കൊടുത്തു, മരം മുറിക്കാൻ. അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നും കരാറുകളൊന്നും കൊടുക്കരുതെന്ന് ജനങ്ങള് ആവശ്യപ്പെട്ടു. They also demanded that local people should have effective control over the natural resources like soil, water and forest. മണ്ണ്, അതായത് വാട്ടർ, സോയിൽ, ഫോറസ്റ്റ്, ഇതൊക്കെ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഇതിനൊക്കെ എന്താണ് ഒരു മേലൊരു, അതായത് ലോക്കൽ പീപ്പിളിന് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് അതിന് മേലൊക്കെ ഒരു അവകാശം വേണം, അതായത് അവർക്ക് നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം വേണമെന്നും അവര് ആവശ്യപ്പെട്ടു. They wanted the government to give a low-cost material to small industries and ensure the development of the area. അവര് പിന്നെ ഗവൺമെന്റ് എന്താണ് നമ്മൾ ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയാം, അത് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ലോ കോസ്റ്റിലുള്ള മെറ്റീരിയൽ നൽകണമെന്നും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആ ഏരിയയിൽ കൊണ്ടുവരാം. പക്ഷെ എന്താണ് അത് പ്രകൃതിയെ പ്രകൃതിനെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ പ്രകൃതിനെ കോട്ടം തട്ടാതെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ടും അവര് ആവശ്യപ്പെട്ടു. Chandi Prasad Bhatt and Sundarlal Bahuguna gave a leadership of the Chipko movement. Chipko movement leadership നൽകിയ രണ്ട് നേതാക്കന്മാരാണ് ആര്? ചാന്ദി പ്രസാദ് ഭട്ടും സുന്ദർലാൽ ബഹുഗുണയും. Women also actively participated in the movement. സ്ത്രീകളും ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. The forest contractors used to supply alcohol to the men in this area. അപ്പൊ ഇങ്ങനെ ഫോറസ്റ്റ് കോൺട്രാക്ടേഴ്സ് അവർക്ക് ഇത് നടക്കാണ്ട് വന്നപ്പോ എന്ത് ചെയ്തു? അവിടുത്തെ പുരുഷന്മാർക്ക് ആൽക്കഹോൾ നൽകിയിട്ട് അവരെ വശത്താക്കാനായിട്ട് ശ്രമിച്ചു. So women made a continuous agitation against the habit of alcoholism. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ ആൽക്കഹോളിസത്തിനെതിരെയും അവര് പോരാടാനായിട്ട് തുടങ്ങി. അതിനും അവര് പ്രക്ഷോഭങ്ങൾ ചെയ്തു. Thus, by including other social issues, broadened the agenda of Chipko movement. മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളിച്ചു. അതായത് ആദ്യം അവരുടെ എന്താണ് മരം മുറിക്കുന്നത് തടയുക എന്നതായിരുന്നു അവരുടെ ഒരു അതിന്റെ ചിപ്കോ മൂവ്മെന്റ് ലക്ഷ്യം എന്ന് പറയുന്നതാണ് മരം മുറിക്കുന്നത് തടയുക എന്നതായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു അവർക്ക് ആൽക്കഹോളൊക്കെ കൊടുത്തു, അപ്പൊ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എന്താണ് അവർ അജണ്ടയിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. എന്താണ് മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ അജണ്ട അവര് വിപുലീകരിക്കുകയാണ് ഉണ്ടായത്. At last, government surrounded before this agitation. എന്ത് ലാസ്റ്റ് ഗവൺമെന്റ് ഈ അജിറ്റേഷൻ എന്താണ് ഗവൺമെന്റ് അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ ഇവർക്കെതിരെ ഗവൺമെന്റ് കീഴടങ്ങിയ ഈ മരം മുറിക്കുന്നത് അവർക്ക് തടയാനായിട്ട് സാധിച്ചു. It prohibited felling of trees in Himalayan region for a period of 50 years. അതായത് 15 വർഷത്തേക്ക് ഹിമാലയൻ പ്രദേശങ്ങളിൽ മരം മുറിക്കുന്നത് ഗവൺമെന്റ് നിരോധിച്ചു. Thus, the movement succeeded in attaining its main target. ഇതായിരുന്നു അതായത് ചിപ്കോ പ്രസ്ഥാനത്തിന് ലക്ഷ്യം നേടുന്നതിനായിട്ട് അവർക്ക് അതല്ലെങ്കിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു. ചിപ്കോ മൂവ്മെന്റ് വാസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഗാന്ധിയൻ സത്യാഗ്രഹ. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിയൻ സത്യാഗ്രഹത്തിന്റെ ഒരു സത്യാഗ്രഹത്തെ ഒരു മാർഗമായിരുന്നു. കാരണം ഗാന്ധി സത്യാഗ്രഹം എന്തായിരുന്നു? അക്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടായിരുന്നു ഗാന്ധിജിയുടെ രീതി അല്ലെ. അതുപോലെ തന്നെയായിരുന്നു ഇവര് മരങ്ങൾ മുറിക്കുമ്പോ എന്താണ് അതിനെ പുണർന്നുകൊണ്ട് മരം മുറിക്കാൻ തടയാണ് ചെയ്തത്. അല്ലാണ്ട് യാതൊരുവിധ അക്രമങ്ങളോ അല്ലെങ്കിൽ അവർ വന്ന എന്താണ് അവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കുക ഒന്നും ചെയ്തില്ല. സമാധാനപരമായ രീതിയിലായിരുന്നു അവര് ഇത് നടന്ന് വിജയം കൈവരിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് ഗാന്ധിയൻ സത്യാഗ്രഹ മാർഗമായിരുന്നു ചിപ്കോ മൂവ്മെന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ ചിപ്കോ മൂവ്മെന്റ് എന്താന്ന്? നെക്സ്റ്റ് party based movement. There are two forms of popular movement. There are political movements and social movement. അതായത്
ജനകീയ പ്രസ്ഥാനങ്ങൾ രണ്ട് രൂപങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്? പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും സോഷ്യൽ മൂവ്മെന്റ്സും. Many participants in this movement as individual and as organization were actively associated with the political parties. പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു പാർട്ടി അതിലുണ്ടായിരിക്കും. അപ്പൊ അത് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ആയിട്ടോ ഒരു പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് ഈ പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പാർട്ടി ബേസ്ഡ് മൂവ്മെന്റിൽ ഒരു വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനയൊക്കെ എന്താണ് ഈ എന്താണ് ഒരു പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുക. അതാണ് പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി പോപ്പുലർ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? പൊളിറ്റിക്കൽ മൂവ്മെന്റും സോഷ്യൽ മൂവ്മെന്റും. ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റില് ഏതാണ് വരുന്നത്? അതിനൊരു എക്സാമ്പിൾ ആണ് നാഷണൽ മൂവ്മെന്റ്. അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആന്റി കാസ്റ്റ് മൂവ്മെന്റും അഗ്രേറിയൻ ആൻഡ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്സ് ഒക്കെ ഈ സോഷ്യൽ മൂവ്മെന്റ്സിനും എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ ചോദിക്കാൻ വല്ല വൺ വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം ഏതാണ് ആന്റി കാസ്റ്റ് മൂവ്മെന്റും അഗ്രേറിയൻ ആൻഡ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് ഒക്കെ സോഷ്യൽ മൂവ്മെന്റ്സും, നാഷണൽ മൂവ്മെന്റ് ഏതാണ് പൊളിറ്റിക്കൽ മൂവ്മെന്റിനും എക്സാമ്പിൾ ആണ്. ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് ഹാഡ് എ സ്ട്രോങ് presence among the industrial workers in major cities like Mumbai, Kolkata and Kanpur. അതായത് മുംബൈ, കൊൽക്കത്ത, കാൻപൂർ എന്നീ നഗരങ്ങളിലെ എന്താണ് വ്യവസായ തൊഴിലാളികൾക്കിടയിലാണ് എന്ത് ട്രേഡ് യൂണിയൻ എന്ന പ്രസ്ഥാനം വന്നത്. അവരുടെ ഇടയിലാണ് കൂടുതലായി ട്രേഡ് യൂണിയൻ എന്ന പ്രസ്ഥാനം സ്ട്രോങ് ആയിട്ട് അത് കാണാനായിട്ട് സാധിച്ചത്. The armed rebellion started by the peasants in the Telangana region of Andhra Pradesh under the leadership of Communist Party. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് എന്ത് ആർമഡ് റിബല്യൻ, അതായത് തെലങ്കാനയിലെ ആന്ധ്രാപ്രദേശിലെ തെലങ്കാനയിലെ കർഷകർ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് എന്ത് സായുധ കലാപം ആരംഭിച്ചത്. നമ്മൾ പറഞ്ഞു ഒരു പാർട്ടിയുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇവിടെ തെലങ്കാനയിലെ ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലെ ആര് സപ്പോർട്ട് കൂടിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് ആർമഡ് റിബല്യൻ സ്റ്റാർട്ട് ചെയ്തത്. പെസൻസ് The peasants and agricultural workers in Andhra Pradesh, West Bengal and Bihar organized massive agitation under the leadership of Marxist-Leninist Party. അതായത് ആന്ധ്രാപ്രദേശും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലൊക്കെ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ അവരെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്ത് പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായത്. പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു പാർട്ടിയുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് അതിനെ അവർ പ്രവർത്തിക്കുന്നതാണ് എന്ത് പാർട്ടി ബേസ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നോൺ പാർട്ടി മൂവ്മെന്റ് എന്താണ്? നോൺ പാർട്ടി മൂവ്മെന്റ് നമുക്ക് ആ നോൺ പാർട്ടി മൂവ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്തായിരിക്കും നോൺ പാർട്ടി മൂവ്മെന്റ്. നോക്കാം. Many of the political active group lost faith in existing democratic institution and electoral politics. They choose to stop outside of the party politics and engage in mass mobilization for registering their protest. നോൺ പാർട്ടി മൂവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവില്ല. അവർക്ക് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൽ എന്താണ് വിശ്വാസമൊക്കെ അതിലുള്ള വിശ്വാസമൊക്കെ പോയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് അതിലെ വിശ്വാസം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഒരു പാർട്ടി പൊളിറ്റിക്സ് പുറത്ത് പ്രവർത്തിക്കാനായിരിക്കും എന്ത് അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് അവര് പ്രവർത്തിക്കുന്ന നോൺ പാർട്ടി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത് ദളിത് പാന്തേഴ്സ്. എന്താണ് ദളിത് പാന്തേഴ്സ്? അപ്പൊ ദളിത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാല്ലേ ദളിതരുടെ അവർക്ക് വേണ്ടിയിട്ട് ഉയർന്നു വന്ന ഒരു സംഘടനയാണ് എന്ത് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. അവരൊരു ചിഹ്നമാണ് എന്ത് ദളിത് പാന്തേഴ്സിന്റെ ഒരു എംബ്ലമാണ് ഈ കൊടുത്തേക്കണത്. ദളിത് പാന്തേഴ്സ്. Dalit Panthers was a militant organization which fight against caste-based inequalities and material injustice. എന്താ പറയുന്നത്? ദളിത് പാന്തേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റീസിനും മെറ്റീരിയൽ ഇൻജസ്റ്റിസിനും എതിരെ ദളിതർക്ക് പോരാടുന്നതിന് വേണ്ടി ഉയർന്നു വന്ന ഒരു സംഘടനയാണ് എന്ത് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. അതായത് മിലിറ്റന്റ് ഓർഗൻ പറഞ്ഞ തീവ്ര സ്വഭാവമുള്ള മിലിറ്റന്റ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു സംഘടനയാണ് ഏത് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്.
ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നോക്കാം. In 1972, the Dalit youth formed an aggressive organization in Maharashtra called Dalit Panthers. 1972 ദളിത് യുവാക്കള് മഹാരാഷ്ട്രയില് ദളിത് പാന്തേഴ്സ് എന്നൊരു സംഘടന രൂപീകരിച്ചു. This organization fought against the social discrimination and torture suffered by the Dalit for years. കുറെ വർഷങ്ങളായിട്ട് എന്താണ് ദളിത് അനുഭവിച്ചിരുന്ന സോഷ്യൽ ഡിസ്ക്രിമിനേഷനും ടോർച്ചേഴ്സിനും ഒക്കെ എതിരെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും എതിരെ എന്താണ് ഈ സംഘടന പോരാടിയത്. അതാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറഞ്ഞത്. 1972 ഇത് ഉത്ഭവം. ഇവിടെ മഹാരാഷ്ട്രയിലാണ് ഇത് ഉത്ഭവിച്ചത്. Dalit fought mainly against caste-based inequalities and economic justice. എന്തിനെതിരാണ് അവര് പോരാടിയിരുന്നത്? കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റീസിനും എക്കണോമിക് സാമ്പത്തിക അനീതിക്കും എതിരെയായിരുന്നു അവര് പോരാടിയിരുന്നത്. They were denied the equality and justice guaranteed by the constitution. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും തുല്യ നീതിയും അതൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഭരണഘടന നമുക്കത് ഇതുണ്ടെങ്കിലും അവർക്ക് അത് നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ദളിതർക്ക് അത് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റഡ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊഹിബിറ്റ് ചെയ്തതാണ്. നമുക്കറിയാം പണ്ട് കാലങ്ങൾ താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാര് വരുമ്പോൾ അവർ തൊടാൻ പാടില്ല, അതുപോലെ തന്നെ വഴി നടക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കണം, അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അതൊക്കെ മാറി. എന്നാലും ചില സമയത്ത് ദളിതർക്ക് ഈ പ്രശ്നങ്ങള് വീണ്ടും നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അവർക്ക് അതൊന്നും അനുവദിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. The laws enacted by the government in 1960s and 1970s declared untouchability as a grave offense. Social discrimination and violence continued in a various form. 1960s-ലും 1970s-ലും ഗവൺമെന്റ് ഈ പാസ്സാക്കിയ നിയമങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട്. അൺടച്ചബിലിറ്റി ഉണ്ടായാൽ അത് വളരെയധികം കുറ്റകരമാണെന്നാണ് പറയുന്നത്. ഈ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഈ അൺടച്ചബിലിറ്റി വളരെയധികം കുറ്റകരമാണ്. അതുപോലെ തന്നെ സാമൂഹിക വിവേചനം അതിക്രമങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. എന്നാലും ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് സോഷ്യൽ ഡിസ്ക്രിമിനേഷനും വയലൻസ് ഒക്കെ കണ്ടിന്യൂ പലതരത്തിലും അത് കണ്ടിന്യൂ ചെയ്ത് പോന്നിരുന്നു എന്നാണ് പറയുന്നത്. ഈ ദളിതർക്കെതിരെയാണ് പറയുന്നത്. എല്ലാവരുടെ കാര്യമല്ല, ദളിതർക്കെതിരെ താഴ്ന്ന ജാതിക്കാർക്കെതിരെ അവർക്ക് ഇപ്പോഴും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. The Dalit were not permitted to construct houses in the village dominated by the high caste people. അതായത് ഹൈ കാസ്റ്റ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാനായിട്ട് അവരെ അനുവദിച്ചിരുന്നില്ല. Their settlement were in a remote village. ഉൾപ്രദേശങ്ങളിലാണ് അവരെ താമസിക്കാനായിട്ട് അനുവദിച്ചിരുന്നുള്ളൂ. Women's were sexually exploited and dishonored. വുമൻസിനെയൊക്കെ സെക്ഷലി വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. ദളിത് വുമൻസിനെ വളരെയധികം അവര് എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. There were denied access to common source of drinking water. നമുക്കറിയാം അന്ന് എല്ലാ വീടുകളിലും നമുക്ക് കിണർ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ പൊതു കിണറിൽ നിന്നും വെള്ളം കോരുവാനുള്ള അവർക്ക് അവകാശം ഒന്നും നൽകിയിരുന്നില്ല. പൊതു കിണറിലെ വെള്ളം കോരുവാനായിട്ട് അവരെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. They could not even enter temples and worship God. അവർക്ക് ടെമ്പിളിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ദൈവത്തെ വിശ്വസിക്കാനുള്ള അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. They faced collective atrocities over minor issues of caste pride. അതായത് ഉയർന്ന ആൾക്കാരുടെ കാസ്റ്റ് പ്രൈഡ്, അത് അവരൊരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു അഹന്ത ഒക്കെ പറയില്ല, അതിനൊക്കെ ഈ ദളിത് വളരെയധികം അവർക്ക് അതിനൊക്കെ അവർക്ക് അഹന്തയ്ക്കൊക്കെ ഇരകളായെന്നാണ് പറയുന്നത്. അതൊക്കെ ദളിതരുടെ മേലെയാണ് അവർ ഓരോന്ന് ഇതാക്കിയിരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് അല്ലെ, ഈ ഉയർന്ന ആൾക്കാർ താഴ്ന്ന ജാതിക്കാരെ പലതരത്തിൽ ഇങ്ങനെ ഓരോന്ന് പീഡിപ്പിച്ചു. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണ കാര്യത്തിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കുഴി കുത്തി അതിലാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അങ്ങനെ അവരെ ഓരോരോ അഹന്തയ്ക്ക് ഈ താഴ്ന്ന ജാതിക്കാരായിരുന്നു ഇരകളായിരുന്നു. അപ്പൊ അവർ ഉപദ്രവിക്കാനായാലും പണ്ട് കാലങ്ങളൊക്കെ ഈ താഴ്ന്ന ജാതിക്കാരെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ
വയലിലൊക്കെ ഉഴാനായിട്ട് കാളയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത്. അവരെ കൽപ്പ വെച്ചിട്ട് അവരെ കൊണ്ട് ഉഴിഞ്ഞിരുന്നു. അങ്ങനെ അവരോരോ ഇരകളൊക്കെ ആക്കിയിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ അവരെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ ഇരകളാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. The massacre of Dalit by the high caste extremist organization. The upper caste often unleashed organized violence against Dalit over silly reason. ചെറിയ കാരണങ്ങൾക്ക് പോലും എന്താണ് ഉയർന്ന ജാതിക്കാര് ദളിതർക്ക് നേരെ അക്രമങ്ങളൊക്കെ അഴിച്ചു വിട്ടിരുന്നു എന്നാണ് പറയുന്നത്. The massacre of Dalit by the high caste extremist organization like Ranveer Sena in coming out every day. അതായത് ഒരു ബീഹാറിൽ ഒരു തീവ്രവാദ സംഘടനയാണ് എന്ത് രൺവീർ സേന എന്ന് പറയുന്നത്. അവര് ഈ സേന ദളിതരെ കൂട്ടക്കൊല ചെയ്യുന്നത് ഈ വാർത്തകളൊക്കെ നിത്യേന വന്നുകൊണ്ടിരുന്നു പറഞ്ഞ അവർക്ക് ഈ ദളിതരെ കൊല്ലുക എന്നതൊന്ന് പറഞ്ഞ അവർക്ക് ഒരു ഇതായിരുന്നു. അവര് ദളിതര് ദിവസവും കൊന്നിരുന്നു എന്ന് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ദളിത് പാന്തേഴ്സ് എന്ന് പറഞ്ഞ് നമുക്കറിയാം അതിൽ തന്നെ ഉണ്ട് എന്ത് ദളിതരുടെ അവർക്ക് എതിരെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടിയ സംഘടനയാണ് എന്ത് ദളിത് പാന്തേഴ്സ്. എന്തെല്ലാമായിരുന്നു അവരെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. The activities of Dalit Panthers were mainly centered around fighting increasing atrocities on Dalit in various parts of Maharashtra. നമ്മൾ പറഞ്ഞു മഹാരാഷ്ട്രയിലെ വിവിധ വിഭാഗങ്ങൾക്ക് ദളിതർക്ക് നേരെയുള്ള വർദ്ധിച്ചുകൊണ്ടിരുന്ന അതിക്രമങ്ങൾക്കെതിരെ ആയിരുന്നു എന്ത് അതിനെതിരെ പോരാടുന്നതിനാണ് ദളിത് പാന്തേഴ്സിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത്. ദളിതിനെതിരെ അവർക്കെതിരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങൾക്കെതിരെ പോരാടുക എന്നതായിരുന്നു അവരെ മുഖ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. Dalit Panthers had an ideological agenda. They wanted to destroy the caste system and to form an organization of all oppressed section like Dalit, landless, poor, peasants and urban industrial workers. അത് ജാതി വ്യവസ്ഥയെ തകർക്കുക, അതായത് പീഡന വിഭാഗങ്ങൾ, അതായത് ഒപ്രസ്ഡ് സെക്ഷൻസ് ആയ ദളിത്, ലാൻഡ്ലെസ് പുവർ പെസൻസ്, അർബൻ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് അവരെയൊക്കെ പടുത്തുയർത്തുക എന്നതും കൂടിയായിരുന്നു അവരൊക്കെ പടുത്തുയർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ദളിത് പാന്തേഴ്സിന് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു അവരെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മള് രണ്ട് ദളിത് പാന്തേഴ്സും ചിപ്കോ മൂവ്മെന്റും നോക്കി. നെക്സ്റ്റ് പറയുന്നതാണ് ഭാരതീയ കിസാൻ യൂണിയൻ. ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലേ, കിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് കർഷകരുടെ ഒരു സംഘടനയാണ് എന്ത് ഭാരതീയ കിസാൻ യൂണിയൻ. There was a great discontent among the farmers of India. അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ കർഷകർക്കിടയിൽ വളരെ വലിയ അസംതൃപ്തി നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. In January 1982, around 2000 farmers gathered in the city of Meerut in Uttar Pradesh to protest against the decision of the government in increasing the electricity rate. 1980 ജനുവരിയിലെ ഉത്തർപ്രദേശിലെ മീററ്റിലെ ഉള്ള എന്താണ് ഏകദേശം 2000-ഓളം ഫാമേഴ്സ് എവിടെ ഒത്തുചേർന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്താണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ അവര് ആ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് ജനുവരി 1982 മീററ്റിലെ ജനങ്ങൾ ഒത്തുകൂടി, ഉത്തർപ്രദേശിൽ മീററ്റിൽ അവരൊത്തുചേർന്ന് ഗവൺമെന്റ് എന്താണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനത്തിനെതിരെ അവര് പ്രതിഷേധിച്ചു. The farmers remained for 3 weeks outside the office of district collector until their demand were fulfilled. ഈ ഫാർമേഴ്സ് ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ഓഫീസിന് മുന്നിൽ 3 ആഴ്ച അവര് അവിടെ തമ്പടിച്ചു എന്നാണ് പറയുന്നത്. അവരെ ആവശ്യം ഫുൾഫിൽ ചെയ്തതിന് വേണ്ടിയിട്ട് 3 ആഴ്ച കളക്ടറുടെ ഓഫീസിന് മുന്നിൽ അവര് അവിടെ തമ്പടിച്ചു നിന്നു എന്നാണ് പറയുന്നത്. The agitation of farmers in Meerut was a well disciplined one. അതായത് മീററ്റിലെ ഈ കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് തികച്ചും എന്താണ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒന്നായിരുന്നു. The Meerut agitation was organized by the members of Bharatiya Kisan Union as organization of farmers from Western Uttar Pradesh and Haryana. മീററ്റിലെ ഭാരതീയ കിസാൻ യൂണിയനിലെ അംഗങ്ങളായിരുന്നു എന്ത്
ഈ പ്രക്ഷോഭത്തില് അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിലെ കർഷകർ എന്ന് പറയുന്നത് ഭാരത് കിസാൻ യൂണിയനിലെ അംഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റേൺ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലും ഒക്കെ പ്രദേശങ്ങളിലെ കർഷകരുടെ സംഘടനയാണ് ഈ ഭാരത് കിസാൻ യൂണിയൻ എന്ന് പറയുന്നത്. The BKU was one of the leading organization in the farmers movement of 1980s. ഈ 1980s കർഷക പ്രസ്ഥാനങ്ങള് എന്താണ് അതായത് അവര് ഈ കർഷക പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം പങ്കുവഹിക്കുകയുണ്ടായി. ഈ പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം പങ്കുവഹിച്ചു. ഓരോ പ്രസ്ഥാനം നടത്താനായിട്ട് BKU വളരെയധികം പങ്കുവഹിച്ചു എന്നാണ് പറയുന്നത് 1980s. The farmers of Punjab, Haryana and Western Uttar Pradesh got a benefit from the government policy of Green Revolution. പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ കർഷകർക്ക് ഗവൺമെന്റിന്റെ ഗ്രീൻ റെവല്യൂഷന്റെ നയങ്ങളൊക്കെ വളരെയധികം പ്രയോജനപ്പെടുകയുണ്ടായി. നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഗ്രീൻ റെവല്യൂഷൻ? ആർക്കെങ്കിലും അറിയോ എന്താ ഗ്രീൻ റെവല്യൂഷൻ എന്ന്? ഭക്ഷ്യക്ഷാമൊക്കെ 1960s നേരിട്ടപ്പോ നമ്മൾ എന്താണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത് അല്ലെ? അപ്പൊ ഈ ഇന്ത്യ നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ആശ്രയിച്ചപ്പോ അവര് നമ്മുടെ മേലെ ഒരു കുത്തകയൊക്കെ കൊണ്ടുവന്നു. അപ്പോ അവര് അനുസരിക്കേണ്ടത് വന്നപ്പോ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിനെ മറികടക്കാനായിട്ട് ഒരിത് കൊണ്ടുവന്നു. അങ്ങനെ കർഷകർക്ക് പുതിയ രീതിയിലുള്ള ഓരോ രാസവളങ്ങൾ നല്ല രീതിയിൽ രാസവളങ്ങൾ, കാർഷിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, അതുപോലെ നല്ല ജലസേചന സൗകര്യം ഏർപ്പെടുത്തി, നല്ല രീതിയിലുള്ള കർഷകർക്കൊക്കെ അവരുടെ ഭൂമിക്ക് നന്നായി കൃഷി ചെയ്യുന്ന അവർക്ക് ജലസേചന സൗകര്യം ഏർപ്പെടുത്തി അവരെ കൃഷി ഒന്നും കൂടി മെച്ചപ്പെടുത്തി. അതുപോലെ തന്നെ അവരെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? അത് ഗവൺമെന്റ് തന്നെ വാങ്ങാനായിട്ട് ഇതായി. അങ്ങനെ ആ പ്രതിസന്ധിയൊക്കെ നമ്മള് മുന്നേറി അത് കൂടുതലും കാർഷിക വളർച്ച കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അരി, ഗോതമ്പൊക്കെയാണ് കൂടുതലായിട്ടും അതിൽ ഡെവലപ്പായി വന്നത്. അങ്ങനെ നമ്മുടെ കാർഷിക വളർച്ച കൊണ്ടുവന്നു. ഇതാണ് ഹരിത വിപ്ലവത്തിൽ ഇതാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെ ഏറ്റവും കർഷകർക്ക് അവരും സമ്പന്ന കർഷകരും വൻഭൂവുടമകളൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്തത്. കൃഷി ഡെവലപ്പ് ആയപ്പോ അവര് നന്നായി ഉയർന്നു വന്നു. ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ പഞ്ചാബും ഹരിയാനയും പടിഞ്ഞാറ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഗവൺമെന്റിന്റെ ഗ്രീൻ റെവല്യൂഷൻ പോളിസി ഒക്കെ എന്ത് ചെയ്തു? അവർക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തി. അതായത് ഹരിയാനയിലും പഞ്ചാബിലെ ഗോതമ്പും ഇതൊക്കെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതൊക്കെ മെയിൻ ആയിട്ടുള്ള കരിമ്പും ഗോതമ്പൊക്കെ പ്രധാന നാണ്യവിളകളായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഷുഗർ ആൻഡ് വീറ്റ് became the main cash crops in the region. In mid-80s, the marketing of the cash crop faced a crisis. Mid-80s ആയപ്പോഴും ഈ cash cropsന് ഒരു പ്രശ്നം, അതായത് അവർക്കൊരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വന്നു. It was caused by the liberalization of Indian economy. ലിബറലൈസേഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഈ ലിബറലൈസേഷൻ പ്രക്രിയയാണ് ഇതിന് പ്രതിസന്ധിക്ക് കാരണമായത്. ലിബറലൈസേഷൻ അറിയില്ലേ? അത് പറയണ്ടല്ല. ഇതാണ് ഭാരത് കിസാൻ യൂണിയന്റെ എംബ്ലം. BKU ഡിമാൻഡ്. എന്തെല്ലാം ആവശ്യങ്ങളാണ് ഭാരത് കിസാൻ യൂണിയൻ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഇതാക്കിപ്പെട്ടിരുന്നു. എന്തെല്ലാം ആവശ്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഫിക്സഡ് ഹയർ ഫ്ലോർ പ്രൈസ് ഓഫ് ഷുഗർ ആൻഡ് വീറ്റ്. അതായത് കരിമ്പിനും ഗോതമ്പിനും ഗവൺമെന്റ് ഉയർന്ന ഒരു തറവില നിശ്ചയിച്ചു. ഒരു നിശ്ചിതമായ ഒരു വില അവര് നിശ്ചയിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അതായത് കാർഷികോൽപ്പന്നങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നതിനായിട്ട് നിയന്ത്രണങ്ങൾ റദ്ദാക്കുക. അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻ അത് ഇല്ലാണ്ടാക്കുക. ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതിന് റേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിയന്ത്രിക്കാനായിട്ട്, അബോളിഷ് ചെയ്യാനാണ് ഒരു രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്യാരണ്ടീഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് ദ റീസണബിൾ റേറ്റ്. വൈദ്യുതി അവർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു റീസണബിൾ റേറ്റിലായിരിക്കണം കർഷകർക്ക് വൈദ്യുതി വിതരണം നൽകണമെന്ന് അവര് ആവശ്യപ്പെട്ടു. വേവിംഗ് ഓഫ് അഗ്രികൾച്ചർ ലോൺസ് ആൻഡ് ഗവൺമെന്റ് പെൻഷൻ ഓഫ് ഫാർമേഴ്സ്. അത് കാർഷിക വായ്പകളും അതായത് ഫാർമേഴ്സിന് പെൻഷനൊക്കെ ഏർപ്പെടുത്താനായിട്ട് അവര് അതൊക്കെ നടപ്പിലാക്കാനായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ 4 കാര്യങ്ങളാണ് ഭാരത് കിസാൻ യൂണിയൻ ഡിമാൻഡ് ചെയ്തത്. ഏതൊക്കെയാണ്?
ഷുഗറിനും വീറ്റിനൊക്കെ ഒരു ഫിക്സഡ് പ്രൈസ് ആക്കാം. അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ ഇൻട്രസ്റ്റ് റേറ്റ് മൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, ഗ്യാരണ്ടീഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് ദ റീസണബിൾ റേറ്റ്, പിന്നെ അഗ്രികൾച്ചർ ലോൺസും പിന്നെ പെൻഷൻസ് ഒക്കെ നൽകുക. ഇതാണ് അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി BKUവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം. ഇതാണ് കർഷക പ്രക്ഷോഭം. The activities of Bharatiya Kisan Union had a certain special features. അവർക്ക് ഒരു എന്താണ് സ്പെഷ്യൽ ഫീച്ചർ, അതായത് ഒരു അവരുടെ രീതി പ്രവർത്തനങ്ങൾക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു എന്നാണ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. It adopt various method of agitation to pressurize the government for the getting their demands approved. അതായത് അവരെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സമരതന്ത്രങ്ങൾ അവര് ആവിഷ്കരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. Include rallies, demonstrations, sitting and courting imprisonment. റാലീസും ഡെമോൺസ്ട്രേഷനും സിറ്റിങ്ങും പിന്നെ കോർട്ടിംഗ് ഇംപ്രസ്മെന്റ് ഒക്കെ ആയിരുന്നു അവരുടെ സമരതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. Thousands of farmers from the villages of Uttar Pradesh and other neighboring places participated in this agitation. അതായത് ആയിരക്കണക്കിന് ഫാമേഴ്സും ഉത്തർപ്രദേശിലും അതുപോലെ അവിടെയുള്ള വില്ലേജുകളിലൊക്കെ ഫാമേഴ്സ് ഒക്കെ ഇതില് ഈ അജിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. The Bharatiya Kisan Union also used caste linkage of farmers to organize them. It was a novel technique. അതായത് ഇവര് പണ്ട് കർഷകരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ജാതീയ ബന്ധങ്ങളും ഇവര് ഉപയോഗപ്പെടുത്തി വരുന്നെന്നാണ് പറയുന്നത്. അതായത് ഓരോ സമുദായങ്ങളില് ഈ കർഷകരൊക്കെ ഓരോ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പൊ ഈ സമുദായങ്ങളെ സപ്പോർട്ടും ലഭിക്കുമ്പോഴല്ലേ, ഇപ്പൊ നമുക്കറിയാം അവര് ജാതി അങ്ങനെ ഇതാക്കി എന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ NSS പിന്നെ SNDP അങ്ങനെ കുറെ സമുദായങ്ങളില്ലേ, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഓരോ സമുദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവരൊക്കെ ഓരോ കർഷകർ ഓരോ സമുദായത്തിൽ പെട്ടവയായിരുന്നു. അപ്പൊ ഈ ജാതീയ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഒരു കർഷകരെ സംഘടിപ്പിക്കുന്നതിനായിട്ട് അവര് ശ്രമിച്ചിരുന്നു. BKU had a no formal organization. അതൊരു നോ ഫോർമൽ ഓർഗനൈസേഷൻ ആയിരുന്നില്ല. Until the beginning of 1990, the BKU distanced itself from other political parties. 1990s എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നും ഒരു അകൽച്ച ഈ BKUവിന് ഉണ്ടായിരുന്നു. Shaktari Sanghadana of Maharashtra and Raitu Sanghadana of Karnataka are example of such farmers organization. Farmers organizationന് ഒരു ഉദാഹരണമായിരുന്നു ഏത്? ഷെട്കാരി സംഘടനയും മഹാരാഷ്ട്രയിലെ ഷെട്കാരി സംഘടനയും കർണാടകയിലെ റൈത്ത് സംഘടനയൊക്കെ ഇതിന് ഉദാഹരണങ്ങൾ ആയിരുന്നു. ഭാരതീയ കിസാൻ യൂണിയൻ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ആണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, മത്സ്യ തൊഴിലാളികളുടെ ഒരു സംഘടനയാണ് ഏത്? നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. The fishermen in India are the second largest fishing population in the world. ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യബന്ധന സമൂഹം എന്നാണ് പറയുന്നത്. There are thousands of families mainly belonging to the indigenous fisherman community engaged in fishing in the eastern and western coastal area of the country. അതായത് രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറും കടൽ തീരങ്ങളിൽ മീൻ പിടിച്ച് ജീവിക്കുന്ന എന്താണ് മുക്കോ സമുദായപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 1000 of families എന്താണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ മത്സ്യബന്ധനവുമായിട്ട് അതായിരുന്നു അവരെ ജീവിതമാർഗം എന്നാണ് പറയുന്നത്. ഈസ്റ്റേൺ ഏരിയയില് കടൽ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം ആയിരുന്നു. The permission given by the government to the mechanized boatsന്റെ അവിടെ സ്പെല്ലിംഗ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. Boats of traveling threatened the very life of fishermen.
They came forward to protest against this large scale of harvest of fish. In 1970s and 1980s, regional organization of fishermen organized strong agitation against the policies of the government. ഇവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റ് മിഷനൈസ്ഡ് ബോട്ട് ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാനായിട്ടുള്ള അവകാശം, മത്സ്യബന്ധനം നടത്താനായിട്ട് അത് കൊടുത്തു, അവർക്ക് അനുവാദം കൊടുത്തു. ഗവൺമെന്റ് അനുവാദം കൊടുത്തപ്പോ എന്താണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗത്തിന് അവർക്ക് ഭീഷണിയാവാണ് ഉണ്ടായത്. കാരണം അവര് മറ്റേ ബോട്ട് ഉപയോഗിച്ച് നടത്തുമ്പോ അവർക്ക് പെട്ടെന്ന് കിട്ടും ഇവർക്ക്, അപ്പൊ അവരുടെ ജീവിതത്തിന് ഭീഷണി ഉണ്ടായി. അപ്പൊ ഇതിനെതിരെ എന്താണ് ഇതിനെതിരെ അവര് മുന്നോട്ട് വന്നു, പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. 1970s 1980s regional organization of fishermen organized strong agitation against the policy of government. ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രാദേശിക സംഘടന ഗവൺമെന്റിനെതിരെ എന്താണ് ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. 1970s 80s ഗവൺമെന്റിനെതിരെ ഈ സംഘടന വളരെയധികം ശക്തമായ പോരാട്ടങ്ങൾ കൊണ്ടുവന്നു. There were convinced of the necessity of coming together for making agitation at the national level. അതായത് ദേശീയ തലത്തില് ഈ സമരം ചെയ്യേണ്ട ആവശ്യകത അവർക്ക് എന്താണ് ബോധ്യപ്പെട്ടു. ഈ നാഷണൽ ലെവലില് ഈ സമരം നടത്തേണ്ട ആവശ്യകത അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ടപ്പോ അവരെന്ത് ചെയ്തു? But mid-80s they formed a national organization called നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. അതായത് 1980s മധ്യത്തോടെ എന്താണ് പ്രാദേശിക തലത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മത്സ്യ സംഘടനകളൊക്കെ എന്ത് ചെയ്തു? അവര് മറ്റു സംഘടനകളായിട്ട് ഒന്നിച്ചിട്ട് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന ദേശീയ സംഘടനയ്ക്ക് രൂപം നൽകിയാണ് ഉണ്ടായത്. In 1991 the government adopted the policy of granting permission to large scale companies including multinational companies to make a deep sea fishing. അതായത് 1991 ബഹുരാഷ്ട്ര മത്സ്യബന്ധന കമ്പനികൾക്ക് എന്താണ് മറ്റേ ബോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനം നടത്താനുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോ അതിനെതിരെ ഇങ്ങനെ അനുവാദം കൊടുത്തപ്പോ അതിനെതിരെ എന്താണ് NFF പോരാടുകയും അത് വിജയം കൈവരിക്കുകയും ചെയ്തു. The National Fish Workers Forum fought legally battle against this decision successfully. എന്താണ് ഈ ഗവൺമെന്റിന് ഈ തീരുമാനത്തിനെതിരെ ഇവര് പോരാടുകയും അത് വളരെയധികം സക്സസ്ഫുൾ ആവുകയും ചെയ്തു. National Fish Workers Forum worked for protecting the interest of the fishermen who do fishing for subsistence, not for protecting the interest of those who do fishing for profit. അതായത് ഉപജീവനത്തിന് മത്സ്യബന്ധനം നടത്തുന്നവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് എന്ത് NFF പ്രവർത്തിച്ചത്. അല്ലാതെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ നിക്ഷേപം നടത്തുന്നവരെ സംരക്ഷിക്കുക ആയിരുന്നില്ല ആരുടെ ലക്ഷ്യം? ഈ NFFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവര് സാധാരണ ജനങ്ങൾ, അതായത് മീൻ പിടിച്ച ഒരു ഉപജീവന മാർഗം നേടിയവരെ എന്താണ് അവരെ സംരക്ഷിക്കാനാണ് ഇവര് മുൻതൂക്കം കൊടുത്തിരുന്നത്. നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് എന്ത്? ആന്റി അറാക്ക് മൂവ്മെന്റ്. അറാക്ക് എന്ന് കേൾക്കുമ്പോ തന്നെ അറിയാം എന്താ, ചിത്രമൊക്കെ നമ്മളവിടെ മനസ്സിലായിട്ടുണ്ട് അല്ലെ? എന്താണ് മദ്യാണ്, അതായത് ചാരായ വിൽപ്പന അതിനെതിരെ നടത്തിയ മൂവ്മെന്റ് ആണ് ഏത്? ആന്റി അറാക്ക് മൂവ്മെന്റ്. ആ ചിത്രത്തിൽ തന്നെ ആരെ ഫോട്ടോ കൊടുത്തേക്കുന്നത്? സ്ത്രീകളുടെ ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആരായിരിക്കും ആ മൂവ്മെന്റ് കൊണ്ടുവന്നത്? സ്ത്രീകളാണ് ഈ മൂവ്മെന്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. കാരണം പുരുഷന്മാർക്ക് മദ്യത്തിനെതിരെ അവരെന്തായാലും പോരാടില്ല എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ കൂടുതലും അതിന്റെ ഭവിഷ്യത്തുകൾ ആരനുഭവിക്കുക? സ്ത്രീകളാണ് അനുഭവിക്കുക. അപ്പൊ അതിനെതിരെ സ്ത്രീകൾ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ് ഏത്? ആന്റി അറാക്ക് മൂവ്മെന്റ്. അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. In 1990s, different form of agitation emerged in the rural areas of ആന്ധ്രാപ്രദേശ്. 1990s ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ മേഖലകളിലാണ് എന്ത് ഈ പ്രക്ഷോഭം ഉയർന്നു വന്നത്. It was a spontaneous movement of women demanding a ban on the sale of alcohol in the neighborhoods. അതായത് സ്ത്രീകള് ഡിമാൻഡ് ചെയ്ത് എന്താണ് പ്രദേശങ്ങളില് ചാരായം സെയിൽ ചെയ്യുന്നത്
അവര് സെയിൽ ചെയ്യാൻ പാടില്ല, അതവിടെ വിൽപ്പന നടത്താൻ പാടില്ല എന്ന് ആ സ്ത്രീകള് ആവശ്യപ്പെട്ടു. This movement, which came to be known as a anti-Iraq movement, created several dramatic incidents. ഈ മൂവ്മെന്റ് ആണ് എന്ത് പറയുന്നത്, ആന്റി അറാഖ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ചില നാടകീയ ഡ്രാമാറ്റിക് ഇൻസിഡന്റ്, നാടകീയ വികാസങ്ങൾ, നമ്മൾ നാടകീയ സംഭവങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി എന്നാണ് അവര് പറയുന്നത്. In 1992, women in Gundallur village assembled together and decided to stop the sale of Arak. 1992 വുമൻസ് ഗുണ്ടല്ലൂർ വില്ലേജിലെ ഗുണ്ടല്ലൂരില് എന്താണ് സ്ത്രീകള് ഒത്തുചേർന്ന് അവിടെ ചാരായന വിൽപ്പന അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. They turned back the jeep which was bring Arak packets to their village. അതായത് അവരെ ഗ്രാമം വന്നിരുന്ന എന്താണ് ഈ അറാഖ് പാക്കറ്റ് അവര് തിരിച്ച് അയച്ചു. The Arak vendor and the contractor tried to restart the sale of Arak with the help of ഗുണ്ടാസ്. അവര് അപ്പൊ എന്താ ഈ കോൺട്രാക്ടർമാർ എന്ത് ചെയ്തു, ഗുണ്ടകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് വീണ്ടും വിൽപ്പന നടത്താനായിട്ട് തീരുമാനിച്ചു. But they failed to before the firm determination and strong opposition of women. പക്ഷെ എന്താണ് ഇത് ഗുണ്ടകൾ മുഖാന്തരം നടത്താനുണ്ടായിരുന്ന അത് കോൺട്രാക്ടർമാരുടെ തീരുമാനം അത് അവിടെ പരാജയപ്പെട്ടു. കാരണം സ്ത്രീകളുടെ ഉയർച്ച തീരുമാനം, സ്ട്രോങ് ഓപ്പോസിഷൻ ഓഫ് വുമൺ, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഇത് പറയില്ല, അവര് ഉറച്ചു നിന്നു പറയില്ല, അവര് ആ തീരുമാനത്തിൽ അത് ഉറച്ചു നിന്നപ്പോ എന്താണ് ഗുണ്ടകളുടെ പരിശ്രമവും അവിടെ എന്താ പറയാ അവിടെ നടന്നില്ല, അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. The attempt of the contractor to sell Arak with the help of policemen also failed. പോലീസിന്റെ സഹായത്തോടു കൂടിയിട്ടും അവര് വീണ്ടും അത് വിൽപ്പന നടത്താൻ തീരുമാനിച്ചെങ്കിലും അതും അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. After 1 week, the gundas of the contractor brutally attacked the woman who prevented the sale of Arak with the iron roots and other weapons. അതായത് ഒരു ആഴ്ചക്ക് ശേഷം എന്താ ഗുണ്ടാസ് കോൺട്രാക്ടർമാര് എന്ത് ചെയ്തു, ഗുണ്ടകളെ വിട്ടിട്ട് സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാണ് ഉണ്ടായത്. അതായത് റൂഡായിട്ടുള്ള അയൺ വെപ്പൻസും അതുപോലെ തന്നെ മറ്റ് വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്ത്രീകളെ അവര് ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്, അവരെ അറ്റാക്ക് ചെയ്തു. When women resisted the assault unitedly, the Gunda retreated and they later destroyed the 3 jeep carrying Arak. വുമൻസ് പക്ഷെ എന്താണ് ഒത്തുചേർന്ന അവരുടെ അക്രമത്തെ അതിനെ പൊരുതി നിന്നു. അങ്ങനെ അതിനുശേഷം അറാഖുമായി വന്നിരുന്ന 3 ജീപ്പ് അവര് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. റൂളർ വുമൺ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. റൂളർ വുമൺ ഇൻ ദ റിമോട്ട് വില്ലേജ് ഓഫ് ആന്ധ്രാപ്രദേശ് ഫോർട്ട് എ ബാറ്റിൽ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം, അഗെയിൻസ്റ്റ് ദ ലിക്കർ മാഫിയ ആൻഡ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അതായത് ഈ റിമോട്ട് വില്ലേജിലെ സ്ത്രീകൾ ആന്ധ്രാപ്രദേശ് എന്തിനെതിരായിരുന്നു, ആൽക്കഹോളിസത്തിനെതിരെ, അതുപോലെ തന്നെ ലിക്കർ മാഫിയയ്ക്കും എതിരായിരുന്നു അവര് പോരാടിയിരുന്നത്. മദ്യവിൽപ്പനയ്ക്കും മദ്യമാഫിയയ്ക്കും ഗവൺമെന്റിനെതിരെ എന്താണ് ശക്തമായ പോരാട്ടങ്ങള് സ്ത്രീകള് അതായത് ഇക്കാലത്ത് നടത്തുകയാണ് ഉണ്ടായത്. ദിസ് അജിറ്റേഷൻ ഗേവ് എ ഷേപ്പ് ടു ആന്റി അറാഖ് മൂവ്മെന്റ് ഇൻ ദ സ്റ്റേറ്റ്. ഈ പ്രക്ഷോഭങ്ങളാണ് എന്ത് സംസ്ഥാനത്തിൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിന് രൂപം നൽകാനായിട്ട് കാരണം ഉണ്ടായത്. അപ്പൊ നമ്മള് ഇന്ന് ഇവിടം വരെ എടുക്കാം. ഇനി അതിന്റെ നെക്സ്റ്റ് അതിന്റെ ഒറിജിനും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ നമ്മൾ എത്ര മൂവ്മെന്റ്സ് പഠിച്ചു, അതുപോലെ തന്നെ ദളിത് പാന്തേഴ്സ്, ഭാരതീയ കിസാൻ യൂണിയൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, ആന്റി അറാഖ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായില്ല ഇന്നെടുത്തത്?